ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതി 828 മീറ്റർ അഥവാ 2716.5 അടി ഉയരമാണ് ഇതിനുള്ളത്. അതായത് പാരീസിലെ ഈഫിൽ ടവറിനേക്കാൾ 3 ഇരട്ടി ഉയരവും എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ ഏകദേശം 2 ഇരട്ടി ഉയരവും ബുർജ് ഖലീഫക്കുണ്ടാകും. ഏകദേശം 95 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പോലും ബുർജ് ഖലീഫ നമുക്ക് കാണാൻ സാധിക്കും. 2004 സെപ്റ്റംബർ 21 നിർമ്മാണം ആരംഭിച്ച് 2010 ജനുവരി 4 ഉദ്ഘാടനം ചെയ്ത ബുർജ് ഖലീഫക്ക് 160 നിലകളാണുള്ളത്. ഇവിടങ്ങളിലെ മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രാദേശിക പുഷ്പമായ സ്പൈഡർ ലില്ലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ബുർജ് ഖലീഫ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 വൃത്താകൃതിയിലുള്ള ഘടനകൾ മധ്യഭാഗത്ത് നിന്ന് സ്പ്രെഡ് ആകുന്ന തരത്തിലാണ് ഇതിന്റെ രൂപം. മുഹമ്മദ് അലബ്ബാർ ചെയർമാനായ ഇമാർ പ്രോപ്പർട്ടീസ് ആണ് ബുർജ് ഖലീഫയുടെ ഉടമ. ദുബായിലെ പ്രധാന ഗതാഗത പാതയായ ഷെയ്ഖ് സായിദ് റോഡിനടുത്തായി നിലകൊള്ളുന്ന ഈ കൂറ്റൻ എടുപ്പിന്റെ ശില്പി ആൻഡ്രിയാൻ സ്മിത്ത് ആണ്. ബുർജ് ഖലീഫയുടെ പ്രധാന നിർമ്മാണ കരാറുകൾ സാംസങ്, ബേസിക്സ്, അറബ് ടെക് എന്നീ കമ്പനികളും നിർമ്മാണ മേൽനോട്ടം ടർണർ എന്ന കമ്പനിയുമായിരുന്നു ഏറ്റെടുത്തിരുന്നത്. ലോകത്തിലെ മറ്റ് 2 സുപ്രധാന അമ്പരച്ചുംബികളായ തായ്പേയ് 101, മലേഷ്യയിലെ ട്വിൻ ടവറുകൾ എന്നിവ നിർമ്മിച്ച പരിചയമാണ് സാംസങ്ങിനെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത്. ബുർജ് ഖലീഫ പൂർണ്ണമായും നിർമ്മിക്കാനെടുത്ത മുഴുവൻ ചെലവ് എന്ന് പറയുന്നത് ഏകദേശം 1.5 ബില്യൺ US അഥവാ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യമനുസരിച്ച് ഏകദേശം 12,000 കോടിയിലധികമാണ്. ചിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കിഡ്മോർ, ഓവിങ്സ് ആൻഡ് മെറിൽ എന്ന സ്ഥാപനമാണ് ഇതിന്റെ എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും ചെയ്തിരിക്കുന്നത്. 12,000-ലധികം നിർമ്മാണ തൊഴിലാളികൾ ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ അധ്വാനിച്ചിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതുകൂടാതെ അത്ര തന്നെ എഞ്ചിനീയർമാർ, ടെക്നീഷ്യന്മാർ തുടങ്ങിയവർ ഇതിന്റെ വിവിധ എഞ്ചിനീയറിംഗ് ജോലികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ജോലിക്കാരിൽ ചിലർ നിർമ്മാണത്തിനിടെ വിവിധ അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. 2004 ജനുവരി മാസത്തിലാണ് ബുർജ് ഖലീഫയുടെ ഫൗണ്ടേഷൻ ജോലികൾ ആരംഭിച്ചത്. ഫൗണ്ടേഷൻ നിർമ്മാണത്തിനായി മാത്രം 8 മാസങ്ങൾ വേണ്ടിവന്നു. 2004 സെപ്റ്റംബർ മാസത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. സിലിണ്ടർ ആകൃതിയിലുള്ള കുഴികൾ കുഴിച്ച് അതിൽ കോൺക്രീറ്റും കമ്പിയും ചേർത്ത പൈലുകൾ എന്ന് വിളിക്കുന്ന 192 തൂണുകൾ വാർത്താണ് ബുർജ് ഖലീഫയുടെ ഫൗണ്ടേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മാസം വെറും 2,000 രൂപയൊക്കെ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതുപോലെ റിട്ടേൺ സാധ്യതയുള്ള ഒരു NFO നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫ്രീ ക്യാഷ് ഫ്ലോ ബേസ് ചെയ്തുള്ള NFO ആണിത്. അതിനാൽ തന്നെ പ്രോഫിറ്റബിളും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതും ലോങ് ടേമിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളതുമായ കമ്പനികളിലാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന്റെ NAV വെറും 10 രൂപയാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി 16 വരെ മാത്രമാണ്. ഈ NFOയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള ആക്സിസ് മാക്സ് ലൈഫ് സസ്റ്റൈനബിൾ വെൽത്ത് 50 ഇൻഡെക്സിന്റെ കഴിഞ്ഞ 5 വർഷത്തെ വാർഷിക ശരാശരി 37%, 10 വർഷത്തെ വാർഷിക ശരാശരി 25.2%. അതായത് 2014 നിങ്ങൾ ഈ ഇൻഡെക്സിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 2024 ആകുമ്പോഴേക്കും അത് 9.5 ലക്ഷം രൂപയായി മാറിയിട്ടുണ്ടാകും. ഇത്രയും വലിയ റിട്ടേൺ നൽകിയ ഈ ഒരു ഇൻഡെക്സിനെ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്താണ് ഈ പുതിയ നിക്ഷേപം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നിക്ഷേപിച്ച പണം 100% സുരക്ഷിതമാക്കിക്കൊണ്ട് മികച്ച റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. NRI ആയിട്ടുള്ളവർക്ക് മാസം 18,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ 3 കോടി രൂപ വരെ റിട്ടേൺ സാധ്യതയുണ്ട്. കൂടാതെ ഇതിൽ നിങ്ങളടക്കുന്ന പ്രീമിയത്തിന്റെ 120 മടങ്ങ് നിങ്ങൾക്ക് ലൈഫ് കവറായി ലഭിക്കുകയും ചെയ്യും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇൻവെസ്റ്റ് ചെയ്യാനും കമന്റിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിരിക്കുന്ന ലിങ്ക് ഉടനെ തന്നെ ചെക്ക് ചെയ്യൂ. 1.5 മീറ്റർ വ്യാസവും 47 മീറ്റർ നീളവുമുള്ള ഈ പൈലുകൾ ഓരോന്നും നല്ല ഉറപ്പിനായി മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പൈലുകൾക്ക് മുകളിലായി 30 മീറ്ററോളം കനമുള്ള കോൺക്രീറ്റ് റീഇൻഫോഴ്സ്ഡ് സ്ലാബുകളും നിർമ്മിക്കുകയുണ്ടായി. 45,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഫൗണ്ടേഷന്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 1,10,000 ടണ്ണോളമാണ്. അതായത് 25,000-ഓളം ആനകളുടെ ഭാരം. കൂടാതെ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 3,30,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും 55,000 ടൺ സ്റ്റീൽ കമ്പിയും ഉപയോഗിച്ചു എന്നാണ് കണക്ക്. 2005 മാർച്ച് ആയപ്പോഴേക്കും കെട്ടിടം അതിന്റെ ആകൃതി കൈവരിച്ച് ഉയരുവാൻ തുടങ്ങിയിരുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വൈയുടെ ആകൃതിയിൽ
3 ഇതളുകളോട് കൂടിയ ഒരു പൂവിന്റെ ആകൃതിയാണ് ബുർജ് ഖലീഫയുടെ താഴ്ഭാഗങ്ങളിലുള്ളത്. ഈ ആകൃതിയാണ് ഇത്രയധികം ഉയരത്തിലേക്ക് പോകുമ്പോഴും അതിന് ആവശ്യമായ സ്റ്റെബിലിറ്റി നൽകുന്നതും. മുൻപേ സൂചിപ്പിച്ച ഹൈമനോകാലിസ് എന്ന പൂവിന്റെ ആകൃതിയിൽ നിന്നാണ് ഈ രൂപം നിർമ്മിച്ചിട്ടുള്ളത്. കെട്ടിടം മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങു താഴെ അതിന്റെ പുറം ചട്ടയുടെ പണികൾ ആരംഭിച്ചിരുന്നു. 2006 മാർച്ച് മാസം ആയപ്പോഴേക്കും 50 നിലകൾ പിന്നിട്ടിരുന്നു. 2007 ഫെബ്രുവരിയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഏറ്റവും അധികം നിലകളോടുകൂടിയ സിയേഴ്സ് ടവറിനെ ബുർജ് ഖലീഫ കടത്തിവെട്ടിയിരുന്നു. അങ്ങനെ 2007 സെപ്റ്റംബർ ആയപ്പോഴേക്കും 150 നിലകളും പൂർത്തീകരിച്ചു. അതായത് ഒരാഴ്ചയിൽ 1 നില എന്ന ആവറേജ് വേഗതയിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം അപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. 156 നില വരെ കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടത്തിന്റെ ബാക്കി 4 നിലകളും അതിനുശേഷം മുകളിലേക്കുള്ള ഭാഗങ്ങളും സ്ട്രക്ചറൽ സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ സ്പൈർ അഥവാ ഏറ്റവും മുകളിലുള്ള ഭാഗം മാത്രം 4000 ടണ്ണിലധികം ഭാരമുള്ള സ്റ്റീൽ സ്ട്രക്ചറാണ്. അലുമിനിയം, സ്റ്റീൽ, ഗ്ലാസ് എന്നിവയാൽ നിർമ്മിച്ചിരിക്കുന്ന ബുർജ് ഖലീഫയുടെ പുറംഭാഗവും ഒട്ടനവധി പ്രത്യേകതയുള്ളതാണ്. ദുബായിലെ ചൂടിൽ കേടുപാടുകൾ കൂടാതെ വർഷങ്ങളോളം പിടിച്ചു നിൽക്കുവാൻ ശേഷിയുള്ള പൗഡർ കോട്ടിങ്ങുകൾ ഈ ഫ്രെയിമുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 24,348 പാനലുകളാണ് കെട്ടിടത്തിന്റെ പ്രധാന ഭാഗങ്ങളെ കവർ ചെയ്തിരിക്കുന്നത്. ടവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഓരോ വിൻഡോയും വൃത്തിയാക്കാൻ ഏകദേശം 4 മാസമെടുക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു വിർച്വൽ സിറ്റി പോലെയാണ് ബുർജ് ഖലീഫ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, 1000ഓളം ലക്ഷറി റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, ഓഫീസുകൾ, റിക്രിയേഷൻ സൗകര്യങ്ങൾ തുടങ്ങി ഒരു ആധുനിക നഗരത്തിൽ വേണ്ടതെല്ലാം ഈ പടുക്കൂറ്റൻ സൗധത്തിനുള്ളിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രശസ്ത ഇറ്റാലിയൻ ഹോട്ടൽ ഗ്രൂപ്പായ അർമാനിയാണ് ബുർജ് ഖലീഫയിലെ 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്നത്. കെട്ടിടത്തിന്റെ കോൺകോഴ്സ് മുതൽ ആദ്യ 8 നിലകളും 38, 39 നിലകളും ഈ ഹോട്ടലിനായി മാറ്റി വേർതിരിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ 9 മുതൽ 16 വരെ നിലകളിൽ അർമാനി റെസിഡൻഷ്യൽ ഫ്ളാറ്റുകളുമുണ്ട്. 19 മുതൽ 108 വരെ നിലകളിലായി 900 ലക്ഷറി ഫ്ളാറ്റുകളാണ് ഈ പടുക്കൂറ്റൻ കെട്ടിടത്തിനകത്തുള്ളത്. 58 ലിഫ്റ്റുകളാണ് ബുർജ് ഖലീഫക്കുള്ളത്. അതും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ബിൽഡിംഗിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഏത് ഫ്ലോറിലേക്കാണ് പോകേണ്ടതെന്ന് ലിഫ്റ്റിൽ കയറുന്നതിന് മുൻപ് തന്നെ ഒരു ടച്ച് സ്ക്രീൻ പാഡിൽ വിവരം നൽകണം. ഈ ടച്ച് സ്ക്രീനുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ വിവിധ നിലകളിൽ കാത്തു നിൽക്കുന്ന യാത്രക്കാർക്ക് ഏത് നിലയിലേക്കാണ് പോകേണ്ടതെന്ന് അനലൈസ് ചെയ്യും. ഏറ്റവും കുറഞ്ഞ വെയിറ്റിംഗ് സമയം ലഭിക്കത്തക്ക വിധത്തിൽ വിവിധ ഫ്ലോറുകളിലുള്ളവരെ വിവിധ ലിഫ്റ്റുകളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ലിഫ്റ്റുകളുടെ സംവിധാനം. ഇതിന്റെ മെയിൻ സർവീസ് ലിഫ്റ്റ് കെട്ടിടത്തിന്റെ മധ്യഭാഗത്താണുള്ളത്. ആ ലിഫ്റ്റ് ഒറ്റയടിക്ക് 504 മീറ്റർ ഉയരം വരെ പോകാൻ തക്കവിധം നിർമ്മിച്ചിട്ടുള്ളതാണ്. കൂടാതെ ലിഫ്റ്റുകൾ ഓരോന്നും ഡബിൾ ഡക്കർ ക്യാബുകളാണ്. ഓരോന്നിലും 14 യാത്രക്കാർക്ക് വരെ ഒരുമിച്ച് യാത്ര ചെയ്യാം. സെക്കൻഡിൽ 10 മീറ്റർ വേഗത്തിലാണ് മെയിൻ ലിഫ്റ്റുകളുടെ സഞ്ചാരം. പരമാവധി ലിഫ്റ്റിന്റെ വേഗത മണിക്കൂറിൽ 36 കിലോമീറ്റർ, അതായത് മിനിറ്റിൽ 600 മീറ്റർ ആണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും 124ാമത്തെ നിലയിലേക്ക് ലിഫ്റ്റ് വഴി എത്താൻ വെറും 1 മിനിറ്റ് മതി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സർവീസ് എലിവേറ്റർ, ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഔട്ട്ഡോർ ഒബ്സർവേഷൻ ഡെക്ക്, ഏറ്റവും കൂടുതൽ യാത്രാ ദൂരമുള്ള എലിവേറ്റർ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫ്രീ സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ എന്നിങ്ങനെ വേറെയും ബഹുമതികൾ ഇതിനുണ്ട്. പ്രശസ്തമായ ഓട്ടിസ് കമ്പനിയാണ് ബുർജ് ഖലീഫയിലെ എല്ലാ ലിഫ്റ്റുകളും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ 15ലേറെ ലോക റെക്കോർഡുകൾ ബുർജ് ഖലീഫക്ക് സ്വന്തമായുണ്ട്. ഏറ്റവും ഉയരമുള്ള കെട്ടിടം, ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള സ്വതന്ത്ര നിർമ്മിതി, ഏറ്റവും കൂടുതൽ നിലകളുള്ള കെട്ടിടം, ഏറ്റവും നീളത്തിൽ സഞ്ചരിക്കുന്ന ലിഫ്റ്റ്, ഏറ്റവും ഉയരത്തിലെ റെസ്റ്റോറന്റ്, നൈറ്റ് ക്ലബ് തുടങ്ങി ബുർജ് ഖലീഫയിൽ നടക്കുന്ന പുതുവത്സര വെടിക്കെട്ട് വരെ തകർക്കാൻ കഴിയാത്ത റെക്കോർഡുകളായി നിലനിൽക്കുന്നു. കൂടാതെ നമ്മളിൽ പലരും ബുർജ് ഖലീഫയിൽ പരസ്യങ്ങളും മറ്റും പ്രദർശിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അതെങ്ങനെയാണെന്നും അതിനെത്ര രൂപയൊക്കെ ചിലവ് വരുമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനം കെട്ടിട ഉടമയായ ഇമാർ പ്രോപ്പർട്ടീസിന്റെ അനുമതിയാണ്. ചെലവുകളുടെ കാര്യം വരുമ്പോൾ പരസ്യത്തിന്റെ ദൈർഘ്യം, പ്രദർശിപ്പിക്കുന്ന സമയം എന്നിവ അടിസ്ഥാനമാക്കിയിരിക്കും. ദുബായ് ആസ്ഥാനമായുള്ള മുള്ളൻ ലോവ് മെന എന്ന കമ്പനിയാണ് ബുർജ് ഖലീഫയിലെ പരസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണത്തിന് 3 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോ വീക്ക് ഡേകളിൽ പ്രദർശിപ്പിക്കാൻ
ഏകദേശം $68,000 അഥവാ 58 ലക്ഷത്തോളം രൂപയും വീക്കെൻഡുകളിലൊക്കെയാണെങ്കിൽ $95,000 അഥവാ 81 ലക്ഷം രൂപയോളമൊക്കെ ചിലവ് വരും. മുൻപേ പറഞ്ഞതുപോലെ ഇതിന്റെ ചിലവ്, സമയം, ഡ്യൂറേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരും. ഏതായാലും ലോകം എത്ര വികസിച്ചിട്ടും ഇന്നും ഒരു ലോകാത്ഭുതമാണ് ബുർജ് ഖലീഫ എന്ന എഞ്ചിനീയറിംഗ് വിസ്മയം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആക്സിസ് മാക്സ് ലൈഫ് NFIയുടെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. മാസം വെറും 2,000 രൂപ മുതൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങാം. ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അത്ര ധാരണയില്ലാത്തവർക്കൊക്കെ ഇതിൽ പണം നിക്ഷേപിക്കുന്നത് കമ്പാരിറ്റീവ്ലി വളരെ സേഫ് ആയിരിക്കും. കൂടാതെ ഇതിലൂടെ പലതരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ജനുവരി 16 ലാസ്റ്റ് ഡേറ്റ് എന്ന് മറക്കണ്ട. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. ഇനിയും സമയം കളയാതെ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യൂ.